2.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഇന്നോവ ഉണ്ടാവും. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നില്ല, ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓണിലാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, അതും ലോ കിലോമീറ്റർ വാഹനം. ഡിയർ ഫ്രണ്ട്സ്, ചെറിയ ബഡ്ജറ്റിൽ നല്ല അടിപൊളി വാഹനങ്ങൾ നോക്കുന്നവർക്ക് നമ്മളൊരു പുതിയൊരു ഷോറൂമായിട്ടാണ് വന്നിട്ടുള്ളത്, റൈഡ് ഓൺ കാർസ്. സോ നമുക്ക് ഒത്തിരി നല്ല കളക്ഷൻസ് കാര്യങ്ങളുണ്ട്. ഏകദേശം 10-100ഓളം വാഹനങ്ങൾ ഓഫ് റോഡ് ഓഫറാണ്. ഇന്ന് നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള നിസാർക്കാണ്. നിസാർക്ക് നമുക്കിവിടെ ഓഫർ ഉണ്ട് പറഞ്ഞു, ഇന്നോവയൊക്കെ പൊളിച്ചടുക്കി കൊടുക്കണം. ഒരു സിംഗിൾ ഓണർ വണ്ടി എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 2,80,000 വെറും 2.80 അതും സിംഗിൾ ഓണർ വരുന്ന ഒരു കില്ല ഇന്നോവയാണ്. അപ്പോൾ നമുക്ക് 7 സീറ്ററുകളാവട്ടെ, ചെറിയ ഹാഷ് ബാഗുകളൊക്കെ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ റൈഡ് ഓൺ കാർസ് ഇവിടെ പുതിയൊരു ഷോറൂം ആണ് വരുന്നത്. നമുക്ക് എങ്ങനെ ഈ ഒരു ഷോറൂമിലേക്ക് എത്തിച്ചേരാൻ പറ്റും? നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്ത് കിൻഫ്ര കാക്കഞ്ചേരി കൊട്ടപ്പുറം റോഡിലാണ്. യെസ്, അതായത് നമുക്ക് തൃശ്ശൂർ കാലിക്കറ്റ് നാഷണൽ ഹൈവേ കാക്കഞ്ചേരി കിൻഫ്രന്റെ അടുത്ത് നിന്ന് നമുക്ക് കൊണ്ടോട്ടി, അതായത് പള്ളിക്കൽ ബസാർ റൂട്ടിലായിട്ട് ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ വന്നാൽ നമുക്ക് റൈഡ് ഓൺ കാർസ് കാണാം. ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മാക്സിമം ഓഫ് റേറ്റിൽ ഒത്തിരി വാഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഇന്നോവയാണ്. നെട്ടിക്കുന്ന പ്രൈസ് വെറും 2,70,000 രൂപ അല്ല. അതായത് നമുക്കിരുന്ന ഒരു ഓൾട്ടോന്റെ പ്രൈസിനാണ് ഒരു ഇന്നോവ തരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2005 സിംഗിൾ ഓണർ വണ്ടി. 2005 സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ കറക്റ്റ് 1.40. 1.40 സിംഗിൾ ഓൺഷിപ്പിലുള്ള ഒരു വാഹനമാണ്. ഏറ്റവും ഹൈലൈറ്റ് അത് പക്കാ നീറ്റ് ഇല്ല. പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എങ്ങനെ പേപ്പർ കാര്യങ്ങളൊക്കെ 2028 പേപ്പർ ഉണ്ട്. 2028 വരെ പേപ്പറൊക്കെ ഉണ്ട്. നമ്മൾ ഫൈനൽ റേറ്റ് ഇല്ല, ഓഫർ റേറ്റ് 2.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഇന്നോവ ഉണ്ടാവും. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നില്ല, ബലേനാണ് വരുന്നത്, ഗ്രേ ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2018 പെട്രോൾ അല്ലേ? ഏകദേശം നമുക്ക് ഒരു 17-18 മൈലേജ് കിട്ടൂല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ വരുന്നത് 90,000 കിലോമീറ്റർ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 90,000 വരുന്നത്. 90,000 കിലോമീറ്റർ ഓൺഷിപ്പ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് പിന്നെ എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5.40. 5.40 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി അറിയാൻ പറ്റും? ഇത് 40 രൂപ ഇറക്കാം. 5.40 ആണ് ബെസ്റ്റ് പ്രൈസിന് സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി കേട്ടോ. ഇത് നമുക്ക് എലൈറ്റ് i20കളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ വൈറ്റ്, ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2016. ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? ഇത് വരുന്നത് പെട്രോൾ ആണ് അല്ലേ? ഏകദേശം ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വരുന്നത്? നമുക്ക് 72,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് 72,000 കിലോമീറ്റർ കേട്ടോ. അതും ഇതിന്റെ ഏറ്റവും ടോപ്പിന്റെ ആണ് ആസ്റ്റൺ ഓപ്ഷൻ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, കീലെസ് എൻട്രി, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു കിടിലം വാഹനം അല്ല. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 5 രൂപ കൊടുക്കാം. വെറും 5 രൂപ അല്ല? ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓണിലാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, അതും ലോ കിലോമീറ്റർ വാഹനം. ഇത് നമുക്ക് വീണ്ടും എലൈറ്റ് i20 ഡുവൽ ടൂൺ ആണ് വരുന്നത്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2015 സെയിം. എങ്ങനെയായിരുന്നു? ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ തന്നെയാണ്. എങ്ങനെയായിരുന്നു? മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര നമ്മള് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 84,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 490. 490 ബെസ്റ്റ് പ്രൈസ്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം. ഇത് നമുക്ക് ഫുൾ ഓണിലാണ്. ഇത് നമുക്ക് ഇതാണോ അതിന്റെ കളർ ചേഞ്ച്? ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണ് റെഡ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2016 ഫുൾ ലോഡ്, ഏറ്റവും ഫുൾ ലോഡ് അല്ല? ഇതും നമുക്ക് പെട്രോൾ തന്നെ ഏകദേശം ഒരു 16-17 മൈലേജ് കിട്ടും. ലോ മെയിൻ്റെനൻസ് ആണ്, അതിന് ഏറ്റവും ടോപ്പ് ലോഡ് വാഹനം. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5.25 അല്ല? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 50 രൂപ ഇറക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് എലൈറ്റിന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ആണ്. മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് വരുന്നത് 2016 മോഡൽ. 2016 മോഡൽ അല്ലേ? ഡീസലാണ്. സോ നമുക്ക് 20-21 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. നല്ല പെർഫോമൻസ് എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 94,000 കിലോമീറ്റർ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനം. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് 4.5 രൂപ. ഒരു 4 രൂപയ്ക്ക് ഡീസൽ വണ്ടിയാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ഇലക്ട്രിക്കൽ മിറേഴ്സ്, സ്റ്റിയറിംഗ് ബോൾട്ട് കൺട്രോൾസ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം.
അതാണ് നമുക്ക് പോളോന്റെ ഒത്തിരി നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ നമുക്കൊരു റെഡ് ബ്ലൂ ഒക്കെ പരിചയപ്പെടുന്നത്. ഇതിൽ ഒരു വൈറ്റ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2019 ട്രെൻഡ് ലൈന് സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ 1.2 മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് ഒരു 490 കൊടുക്കാം. 490 അല്ലേ? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഒരു 4 രൂപ വരെ ചെയ്യാം. 10-40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയൊരു പ്രൈസിന് ഒരു കിഡ്ലം പോളോ ആയിട്ട് നിങ്ങൾക്ക് പോകാം. അത് മോഡൽ കൂടി ഒരു വാഹനം. ഇത് നമുക്ക് നല്ല കംഫർട്ടും അതേപോലെ തന്നെ അത്യാവശ്യം മെയിൻ്റെനൻസ് കുറവൊക്കെ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് മാരുതി സുസുക്കി റിഡ്സ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2014 വണ്ടി ഡീസൽ ആണ്, ഡീസലാണ്. സോ 20 മൈലേജ് പ്രതീക്ഷിക്കാം. മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 1.18 ഓടിച്ചു. 1.18 സെക്കൻഡ് ഓണർ കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 3.5 രൂപ കൊടുക്കാം. 3 രൂപയ്ക്ക് ഡീസൽ വണ്ടിയാണ്, അതും 14 മോഡൽ. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് 50 രൂപ. 50 രൂപ. വീണ്ടും നമുക്കൊരു ഡീസൽ റിഡ്സ് തന്നെയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ വരുന്നത്? ഇത് 2012 മോഡൽ ന്യൂ ഫേസ് ആണ് വരുന്നത്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ വരുന്നത് 1.28. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം? ഇത് നമ്മൾ ചോദിക്കുന്നത് ഇത് ഓഫറിൽ കൊടുക്കാം. നമുക്ക് ഇതൊരു 2.30 കൊടുക്കാം. ചെറിയൊരു പ്രൈസിന് നമുക്കൊരു അടിപൊളി വാഹനം അല്ല? ഇത് നമുക്ക് സ്വിഫ്റ്റിന്റെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഇതാണ് പെട്രോളാണ് ഈ വാഹനം വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ? ഏറ്റവും ഫുൾ ബട്ടൺ സ്റ്റാർട്ട്, ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അങ്ങനെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ZXi ആണ് വരുന്നത്. അഡീഷണൽ നമുക്ക് സ്പോയിലർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 മോഡല്. പക്ഷെ നമുക്ക് പെട്രോൾ ആണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മോഡലാണ് വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ വരുന്നത് 1.5 ആണ്. ലോ മെയിൻ്റനൻസ് ആയിരിക്കും. എത്ര രൂപ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം? നമുക്ക് 4 രൂപ കൊടുക്കാം. 4 രൂപയ്ക്കാണ്. അത്യാവശ്യം നല്ല മോഡൽ കൂടിയ വാഹനം, അതേപോലെ മെയിൻ്റനൻസ് കുറവാണ്, എന്നാൽ നമുക്ക് മൈലേജും കിട്ടുന്ന ഒരു വാഹനം അല്ല? ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറഞ്ഞു? ഇത് 50 രൂപ. 50 രൂപ വണ്ടി ഇറക്കാം. ഇത് നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റിന്റെ ആണ്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസലാണ്. സോ നമുക്ക് ഒന്നുകൂടെ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 VDI അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 1.16. മേ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. എത്ര ഈ വാഹനത്തിൽ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4 രൂപ. 4 രൂപ. ഏകദേശം ഒരു 19 രൂപ വണ്ടി ഞാൻ അതിന്റെ ഒരു ഒന്നുകൂടി സ്പേസ് ഒക്കെ നോക്കുന്നവർക്ക് അതിന്റെ ഒരു സെഡാൻ വരുന്നുണ്ട്. മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ. എങ്ങനെയായിരുന്നു മോഡല്? 2013 അല്ലേ? ഡീസൽ അല്ലേ വരുന്നത്? ഡീസലാണ്. സോ നമുക്ക് 18-20 മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ വരുന്നത് 1.10. 1.10. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് ഒന്നുകൂടി സ്പേഷ്യസ് ആണ്, കംഫർട്ട് ആണ്, നമുക്ക് മൈലേജും കിട്ടുന്ന ഒരു വാഹനം. നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം? 3 രൂപയാണ് ചോദിക്കുന്നത്. വരുമ്പോ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ആളുകൾ വന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ കുറച്ച് കൊടുക്കാം. ആസ്കിംഗ് പ്രൈസ് 3.5 ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റബിൾ പ്രൈസ് ആണ് വരുന്നത്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 70 രൂപ സുഖമായിട്ട് ഇറക്കാം അല്ല? ഇതാണ് നമുക്ക് ഒന്നുകൂടെ കംഫർട്ടും കാര്യങ്ങളും മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ന്യൂ മോഡലിൽ നല്ലൊരു അടിപൊളി വാഗ്നർ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ്? 1.2 ആണോ അതോ 1 ലിറ്റർ ആണോ വരുന്നത്? ഇത് 1.2 ആണ്. നമുക്ക് സ്വിഫ്റ്റിനൊക്കെ വരുന്ന സെയിം എഞ്ചിന് കാര്യങ്ങൾ. ഓട്ടോമാറ്റിക് ആണ്. നല്ല പെർഫോമൻസ്, മൈലേജ്. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാഹനമാണ്. എങ്ങനെയായിരുന്നു? ചെറിയൊരു വർക്ക് എടുത്തൊരു വണ്ടിയാണ്. അപ്പൊ നമുക്കിത് ഓഫറിൽ കൊടുക്കാം. ഓഫർ റേറ്റിൽ കൊടുക്കാം. നമുക്ക് 5.4 അത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. 1.2 ലിറ്ററിൽ ഓട്ടോമാറ്റിക്കൽ വരുന്ന ഒരു വാഹനം. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ്, ആൻഡ്രോയിഡ് സിസ്റ്റം, എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. മേജറായ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ചെറിയ വർക്ക് എടുത്തതിന് ശേഷം. എത്ര നമ്മൾ ഈ 5.60 ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോണിൽ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞത്? ഇത് കിലോമീറ്റർ വെറും 16,000. വെറും 16,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ വാഹനമാണ്. ഫുൾ ലോണിൽ കൊടുക്കാം. അത് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് അല്ലേ? ഇത് നമുക്ക് ഓൾട്ടോ അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ്. എങ്ങനെയായിരുന്നു? 2017 മോഡൽ. 2017 കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ വരുന്നത് 1.22 ഓടിന്. സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? നമ്മൾ ചോദിക്കുന്നത് ഇത് 2.5 രൂപ കൊടുക്കാം. 2 രൂപ അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് പാർട്ടിക്ക് നല്ല ടീമാണെങ്കിൽ ഒരു 40 രൂപ 30 രൂപ വണ്ടി ഇറക്കാം. 30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അതും 17 മോഡൽ വാഹനം. ഇത് നമുക്ക് റെനോ കിഡ് ആണ് വരുന്നത്. അതും KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണൊക്കെ വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018-19 രജിസ്റ്ററിലുണ്ട്. ഓട്ടോമാറ്റിക് ആണോ അതോ മാനുവൽ ആണോ വരുന്നത്? ഇത് മാനുവൽ ആണ് അല്ലേ? 800 cc ആവും. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. നല്ലൊരു ഫാമിലിക്ക് നല്ല കംഫർട്ടായിട്ട് മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,70,000. 2.70 അല്ലേ?
ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റുമോ? അതെ ചെയ്യാൻ പറ്റും. മാക്സിമം ഫുൾ ഓൺ ചെയ്യാം. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ കുറഞ്ഞ 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. ഇത് നമുക്ക് ഇതിന്റെ ഒരു സിൽവർ ഫിനിഷിംഗ് വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ വരുന്നത്? ഇത് 2016 മോഡൽ. 16. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 90. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? ഈ വണ്ടി നമുക്ക് 2 രൂപ കൊടുക്കും. 2 രൂപ ഫുൾ ഓൺ തന്നെ ചെയ്യാം. ഇത് എന്തെങ്കിലും 1.90 കൊടുക്കും. 1.90 അല്ലേ? മാക്സിമം ലോണും ചെയ്യാം. ഇനി അതിന്റെ ഒരു ഗ്രേ ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഓട്ടോമാറ്റിക് ആണ്. സോ നമുക്ക് ഒന്നുകൂടി കംഫർട്ട് ആണ്. ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 മോഡൽ. 2018 അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 62,000. എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ വാഹനം? ഇത് നമുക്ക് ഒരു 270 കൊടുക്കും. 270 മാക്സിമം ലോണും ചെയ്തൂടെ? അതെ. ഇത് നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് അതേപോലെ തന്നെ ഫാമിലി യൂസിങ്ങിന് ഒരുപോലെ പറ്റുന്ന ഒരു വാഹനമാണ് ഈക്കോ അല്ല? ഇത് 5 സീറ്റർ ആണോ 7 സീറ്റർ ആണോ വരുന്നത്? ഇത് 5 സീറ്റ്. 5 സീറ്റ് AC അല്ല വരുന്നത്. എത്ര എങ്ങനെയായിരുന്നു മോഡൽ? ഓഫറിൽ നമുക്ക് 1 രൂപ കൊടുക്കാം. 1 രൂപയ്ക്ക് അല്ല? മോഡൽ എങ്ങനെയായിരുന്നു? 2011 രജിസ്റ്റർ. 10-11 വണ്ടി 5 സീറ്റർ AC വണ്ടിയാണ്. ഓഫർ റേറ്റ് 1 ലക്ഷം രൂപയ്ക്ക് അല്ല? വീണ്ടും ഒരു കിഡ് വരുന്നുണ്ട്. റേറ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ ഇത് നമുക്ക് ഒരു 1.90 കൊടുക്കാം. 1.90 മാക്സിമം ലോൺ. 2015 മോഡൽ. 2015 1.90 മാക്സിമം ലോൺ. ഇത് നമുക്ക് വീണ്ടും ഒരു ഡാറ്റ്സന്റെ റെഡിഗോ അല്ല? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 വണ്ടി. 2016 വണ്ടി അല്ല? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ വരുന്നത് 90 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ ആണ്. അത് നമുക്ക് 800 cc ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു വാഹനമാണ്. നിസാന്റെ ഒരു സബ് ബ്രാൻഡ് ആണ് വരുന്നത്. എത്ര ചോദിക്കുന്ന ഒരു വാഹനത്തിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 1.70 ആണ്. 1.70 അല്ലേ? 10-20 രൂപ വണ്ടി ഇറക്കാം. ഫുൾ ഓൺ തന്നെ കൊടുക്കാം. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്കൊരു ഇയോൺ വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2012 മോഡൽ. ഇറ പ്ലസ് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവറിന്റെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് മ്യൂസിക് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടി. എത്ര തേർഡ് ഓണർ വണ്ടി. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനം? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 1.30 കൊടുക്കും. 1.30 അല്ലേ? ഓഫറിൽ കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം. ഇത് നമുക്കൊരു സെലേറിയ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓൺഷിപ്പ് ആണ്. അത് നമുക്ക് 2018 മോഡൽ വണ്ടി അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വരുന്നത് 85,000. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? 4.10 ചോദിക്കണേ. ചെയ്ത് കൊടുക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 50 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഏകദേശം 25 വരെ കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഷെവർലയുടെ ഒരു ബീച്ച് വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2012 അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ആകെ ഓടി 75,000 കിലോമീറ്റർ ഓടി. 75,000 കിലോമീറ്റർ ആണ്. ഡീസൽ ബീറ്റ് ഒക്കെ എത്ര കിലോമീറ്ററിൽ കിട്ടാൻ? പിന്നെ നമുക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് ഓഫറിൽ ഈ വണ്ടി നമുക്ക് ലാസ്റ്റ് 1.10 കൊടുക്കാം. 1.10 ഡീസൽ ബീറ്റ് കിട്ടും. ദെൻ വീണ്ടും നമുക്കൊരു വാഗ്നർ അല്ലേ? നിലവിൽ ഇറങ്ങിയതിന്റെ തൊട്ട് മുമ്പത്തെ ജനറേഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ? 2016 മോഡൽ. ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. 1.20 ഓടിയിട്ടുണ്ട്. 1.20 ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 3.60 കൊടുക്കും. 3.60 നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇത് നമുക്ക് സ്കോഡ റാപ്പിഡ് വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 ഡീസൽ അല്ല വണ്ടി വരുന്നത്? അതെ, ഡീസൽ ഓട്ടോമാറ്റിക്. സോ DSG ഗിയർ ബോക്സ് ആയിരിക്കും. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. നല്ല പെർഫോമൻസും. 6 രൂപ ചോദിക്കുന്ന പാർട്ടി വരാൻ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും കൊടുക്കാം. 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മാക്സിമം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓണും ചെയ്യാൻ പറ്റൂല. ഇത് നമുക്ക് വീണ്ടും സ്വിഫ്റ്റ് ആണ്. 2013 മോഡൽ. ഡീസൽ അല്ലേ വരുന്നത്? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 3.20 കൊടുക്കാം. 3.20 അല്ലേ? ഏകദേശം ഓഫറിൽ 3 രൂപ കൊടുക്കാം. 3 രൂപ കൊടുക്കാം. പൊട്ടിച്ചുള്ള പ്രൈസ് ആണ്. ഒരു 19 രൂപ വണ്ടി ഇറക്കും. വീണ്ടും വാഗ്നർ അല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ വരുന്നത്? ഇത് ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു മോഡൽ? 2018 വണ്ടി അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 70,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? ഈ ചോദിക്കും നമ്മളൊരു 3.70 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 19 രൂപ വണ്ടി ഇറക്കാം. ഇത് നമുക്ക് ഹോണ്ടയുടെ ഒരു ബ്രിയോ ആണ്. ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ടാണ്. നല്ല യാത്ര കംഫർട്ടും കുറഞ്ഞ മെയിൻ്റനൻസ് വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് വരുന്നത് 2014 മോഡലാണ്. 2014 മോഡല്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വരുന്നത് 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് 3.70. സോറി ഇത് 2014 ഓഫർ ഉണ്ട്. ബ്രിയോ
3 ഓണർ 260 കൊടുക്കാം. 260 അല്ലേ? ചെറിയ ഇത് 2014 മോഡല്, 3rd ഓണർഷിപ്പിൽ 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല അടിപൊളി വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 270 കൊടുക്കാം. 270 കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം. ദെൻ വീണ്ടും നമുക്കൊരു ഫുൾ ഓൺ ചെയ്ത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല, 0 ഡൗൺ പേയ്മെന്റ്. ഇത് നമുക്കൊരു ഗ്രാൻഡ് ഐറ്റം ആണ് അല്ലേ? അതെ, അത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2015 വണ്ടി. നല്ല സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 72,000 ഓടിയിട്ടുള്ളൂ. ഡോക്ടർ യൂസ് ചെയ്ത വണ്ടി. എത്ര ചോദിക്കും നമ്മളിത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4 രൂപയ്ക്ക്. 4 രൂപയ്ക്ക് അല്ലേ? ഏകദേശം നമുക്ക് ഒരു 19 രൂപ വണ്ടി ഇറക്കി കൂടെ? ഇത് 380 കിട്ടൂല. 380 ലാസ്റ്റ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഒരു 3.5 രൂപ ലോങ് കിട്ടും. 10-30 രൂപ വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കും. ഇനി ഇതാണ് വീണ്ടും നമുക്ക് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ ആണ് വരുന്നത്. നമുക്ക് നല്ലൊരു ഫാമിലിക്ക് നല്ല കംഫർട്ട് ആയിട്ട് നമുക്ക് ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് അല്ലേ? എത്ര ചോദിക്കും നമ്മൾ ഈ ഒരു വാഹനത്തിന്? ഇത് ചോദിക്കുന്നത് നമ്മള് ഒരു 330 കൊടുക്കാം. 330 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 10-40 രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ? ഇതോ ഇത് നമുക്ക് കൊടുക്കാം. 40 രൂപ വണ്ടി ഇറക്കാം. വീണ്ടും നമുക്ക് ഇയോണൊക്കെ വരുന്നുണ്ട്. വീണ്ടും അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ഒരു കളർ ചേഞ്ച് വീണ്ടും സിൽവർ ഫിനിഷിങ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? അത് സെയിലാണ്. ഇത് 2016 മോഡൽ. 16 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? ഇത് നമുക്ക് ഒരു 380 കൊടുക്കാം. 380 ഏകദേശം 19 രൂപ വണ്ടി. ഞാൻ നമ്മൾ വീണ്ടും അതിന്റെ ഒരു മെറൂൺ കളർ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു ചോദ്യം? ഇത് 2017 മോഡലാ. സിംഗിൾ ഓണർഷിപ്പിലുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 360 കേട്ടോ. ഇതിന്റെ ഇടയിൽ നമുക്കൊരു ഇവരൊക്കെ ഒരു കുഞ്ഞാണിച്ചണ്ട് സെയിലാണ് അല്ലേ? നമുക്ക് ഇതാണ് ചെറിയൊരു ബഡ്ജറ്റിൽ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് സെയിലാണ്. ഈ വണ്ടികളൊക്കെ സെയിലാണ്. അടുത്ത് നമുക്ക് വീണ്ടും ഒരു ഈക്കോ വന്നിട്ടുണ്ട്. നേരത്തെ 11 ആണെങ്കിലും ഒന്നുകൂടെ മോഡൽ കൂടിയ വണ്ടി അല്ല? 2021 വണ്ടിയാണ്. നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിന് അതേപോലെ ഫാമിലി യൂസിങ്ങിന് ഒരുപോലെ പറ്റുന്ന വണ്ടിയാണ്. AC വരുന്ന 5 സീറ്റർ AC നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് 38,000 കിലോമീറ്റർ. എത്ര രൂപ ചോദിക്കുന്നത് നമുക്ക്? ഇത് നമുക്ക് ഒരു 4 രൂപയ്ക്ക് 380 കൊടുക്കാം. 380 മാക്സിമം ലോണും ചെയ്യാം. അടുത്താണ് ഒരു ടൊയോട്ട എത്തിയോസ് ലീവ അല്ലേ? 2018 ഡുവൽ ടൂൺ ആണ് വരുന്നത് അല്ലേ? കേരള വണ്ടിയാണോ അതോ റീവണ്ടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 120 അല്ലേ? എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 575. നമുക്ക് എന്തെങ്കിലും ചെറിയ പാർട്ടി എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 10 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. നമുക്കൊരു കേട്ടൺ അല്ലേ? ഓഫർ കൊടുക്കാൻ പറ്റും വണ്ടി. ഇത് ഓട്ടോമാറ്റിക് 16 മോഡൽ LXI ഓഫർ റേറ്റ് ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് ചോദിക്കുന്ന പാർട്ടി വരാൻ ഫുൾ ഓണിൽ എത്ര ചെയ്ത് കൊടുക്കാം? ഫുൾ 180 കൊടുക്കാം. 180 അത് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റില്ല. 2016 മോഡൽ. ഫ്രണ്ട്സ്, നമ്മൾ റൈഡ് ഓൺ കാർസിലായിരുന്നു. രണ്ടാമത്തെ പാർട്ട് ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് നമുക്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോർഡർ പ്ലേസ് ആണ്. കാക്കഞ്ചേരി കെംഫ്രൈഡ് അവിടെ നിന്ന് നമുക്ക് പള്ളിക്കൽ ബസാർ റൂട്ടിൽ നമുക്ക് ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ റൈഡ് ഓൺ കാർസ് കാണാം. അത്യാവശ്യം നല്ല കളക്ഷൻസ് മാക്സിമം വിലക്കുറവൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടോ. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് നിസാർക്ക് സൈനിങ് ഓഫ്.